ഐസ്ലാൻഡ് യാത്രയുടെ 14ാമത്തെ ദിവസത്തേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. തലേദിവസം നമ്മൾ വന്ന് കിടന്നുറങ്ങിയ ക്യാമ്പ് സൈറ്റിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഉള്ളത്. രാവിലെ സമയം 7-7:30 കഴിഞ്ഞു. നമ്മുടെ ഷെഡ്യൂൾ പ്രകാരം ലേറ്റാണ്, പക്ഷെ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് പിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പം പത്രമേ പോകണം. അതിനുള്ള ബിഡ്ഡറ്റ് എടുത്തിട്ടുണ്ട്. പല്ലേക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അത് കഴിക്കണം, ഇവിടെ നിന്ന് ഇറങ്ങണം. അവിടുത്തെ കിച്ചൺ ഉണ്ടല്ലോ, കിച്ചൺ അങ്ങനെ മറന്നു. ഇന്നലെ വഴിന്നിട്ട് ഫുഡ് കഴിച്ചത് ഇവിടെ വെച്ചിട്ട് കുക്ക് ചെയ്തു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സെറ്റപ്പിനാണ്. നിങ്ങളിപ്പോൾ കാണുന്ന ക്യാമ്പർ വാനില്ലേ, അത് ഇവിടുത്തെ ഓണറുടെ RV ക്യാമ്പർ വാനാണ്. ഈ ഒരു ഹാളിൻ്റെ മറ്റൊരു കോർണറിലാണ് ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ തലേദിവസം വന്നു കഴിഞ്ഞപ്പം വളരെ ലേറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു ക്യാമ്പ് സൈറ്റിലുണ്ടായിരുന്ന കുറേ അധികം ഫെസിലിറ്റീസ് കാണിച്ചു തരാൻ പറ്റാതായത്. ഈ ക്യാമ്പ് സൈറ്റിലുണ്ടായിരുന്ന മറ്റൊരു പ്രധാന ആകർഷണമായിരുന്നു അകത്തുണ്ടായിരുന്ന ഒരു ഇൻഡോർ സ്വിമ്മിംഗ് പൂളും പുറത്തുണ്ടായിരുന്ന ഒരു ചെറിയ പൂളും. ഞങ്ങൾ എത്തിയത് വളരെ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം മാത്രമേ ഈ രണ്ട് ഫെസിലിറ്റീസും, അതായത് ആ സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആ വീഡിയോസ് നമുക്ക് എടുക്കാനായിട്ടുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വാനിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ ഒരു ക്യാമ്പ് സൈറ്റിനോട് വിട പറഞ്ഞ് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. എപ്പോഴും രാവിലെ യാത്ര തുടങ്ങുന്നതിന് മുന്നേ ചെക്ക് ചെയ്യാറുള്ള വണ്ടിയുടെ അവസ്ഥയൊക്കെ നമ്മൾ നോക്കി. പിന്നീട് നമ്മൾ നോക്കാറുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തന്നിട്ടുള്ള വണ്ടിയിലകത്തുള്ള ടാബ്ലറ്റിൽ നമുക്ക് എന്തെങ്കിലും മെസ്സേജുകൾ നമുക്ക് വണ്ടി തന്ന റെൻറ്റുകാർ അയച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാനാണ്. അങ്ങനെ ആ മെസ്സേജൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെയുള്ള അടുത്ത കാര്യം എന്ന് പറഞ്ഞിരുന്നത് നമുക്ക് പോകാനുള്ള വഴികൾ എങ്ങനെയുണ്ടെന്നുള്ളതാണ്. അത് ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അവിടേക്ക് മാപ്പ് ഇട്ട് നമ്മുടെ യാത്ര നമ്മൾ തുടർന്നു. നമ്മൾ എവിടെ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങിയത്, നമ്മൾ എവിടെ നിന്നാണ് നമ്മുടെ വാന് റെൻറ്റിനെടുത്തത്, നമ്മൾ എവിടെയാണ് ഐസ്ലാൻഡിൽ വന്ന് ഇറങ്ങിയത്? റെക്കവിക്. അതെ, ഐസ്ലാൻഡിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്ന റെക്കവിക് എന്ന പട്ടണത്തിലേക്ക് നമ്മൾ ഐസ്ലാൻഡ് കറങ്ങി തിരിഞ്ഞ് തിരിച്ചെത്താൻ പോവുകയാണ്. ആ പട്ടണത്തിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. റെക്കവിക് എന്ന പട്ടണത്തിൽ നമ്മൾ തിരിച്ചെത്താൻ പോവുകയാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ യാത്ര ഏകദേശം തീരാനും കൂടി പോവുകയാണ്. ഇന്നത്തെ യാത്രയിൽ നമ്മൾ ആദ്യം കാണാൻ പോയത് ചർച്ച് മൗണ്ടൻ എന്നർത്ഥമുള്ള കിർക്യുഫൽ എന്ന വലിയൊരു ലോകപ്രശസ്തമായ പർവ്വതത്തെയാണ്. ത്രികോണാകൃതിയിലുള്ള ഈ വലിയ പർവ്വതം യാത്രക്കാരുടെയും ഫോട്ടോഗ്രാഫർമാരുടെയും പ്രിയപ്പെട്ട ഒരു കേന്ദ്രം കൂടിയാണ്. 463 മീറ്റർ ഉയരമുള്ള ഈ ഒരു പർവ്വതം വർഷം മുഴുവനെ വ്യത്യസ്ത നിറങ്ങളിലായിട്ട് നിലകൊള്ളുന്നു. ഗെയിം ഓഫ് ത്രോൺസ് പോലുള്ള പ്രശസ്ത പരമ്പരകളിൽ പ്രത്യക്ഷപ്പെട്ടതോടെ കിർക്യുഫൽ, അതായത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പർവ്വതം, ഐസ്ലാൻഡിൻ്റെ ഏറ്റവും ഐക്യചിഹ്നമായ ടൂറിസ്റ്റ് ആകർഷണങ്ങളിലൊന്നായിട്ട് മാറിയിരിക്കുന്നു. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞ് പോകുന്ന വഴിക്ക് നമുക്ക് റോഡിനോട് ചേർന്ന് കടലിലോട്ടും ഒരു വലിയൊരു വ്യൂ പോയിൻ്റ് കിട്ടി. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ആ വ്യൂ പോയിന്റിൽ നമ്മുടെ വാൻ പാർക്ക് ചെയ്തിട്ട് ആ ഭംഗിയൊക്കെ നമ്മൾ ആസ്വദിച്ചു. തുടക്കത്തിൽ ആരില്ലാതിരുന്ന ഈ ഒരു വ്യൂ പോയിന്റിൽ നമ്മൾ വാൻ പാർക്ക് ചെയ്തതിനു ശേഷം വേറെ പല യാത്രക്കാരും വന്ന് അവരുടെ വാഹനം പാർക്ക് ചെയ്ത് ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് ഈ കടലിലോട്ട് നോക്കി കുറേ നേരം അവിടുത്തെ ഭംഗി ആസ്വദിച്ചിരിക്കുന്നതൊക്കെയായിട്ട് നമ്മൾ കണ്ടു. വ്യൂ പോയിന്റിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ യാത്ര നമ്മൾ പിന്നെയും തുടർന്നു. നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ നമ്മൾ ഇത്ര കാലം വന്നുകൊണ്ടിരുന്ന ഐസ്ലാൻഡിലെ മറ്റ് റോഡുകൾ വെച്ച് നോക്കുമ്പോൾ വാഹനങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. അതിനുള്ള പ്രധാന കാരണം നമ്മൾ റെക്കവിക് എന്ന നഗരത്തിലോട്ട്, ആ വലിയ നഗരത്തിലോട്ട് അടുക്കുന്നത് കൊണ്ടായിരുന്നു. എന്നത്തെയും പോലെ തന്നെ നമ്മുടെ വാനിലത്തെ ഗ്യാസ് ടോപ്പപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ വാൻ പാർക്ക് ചെയ്തിരിക്കുകയാണ്. വണ്ടിയുടെ പുറത്തുള്ള ചെളി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണും നമ്മൾ എത്ര ദിവസമായി ഐസ്ലാൻഡിലെ ഈ ഒരു വാഹനം പല റൂട്ടിൽ കൂടി പല ടെറൈനിൽ കൂടി നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഗ്യാസ് സ്റ്റേഷനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ കഫേ ഉണ്ടായിരുന്നു. അവിടെ നിന്നൊരു കോഫിയും പിന്നെ നമ്മുടെ ഐസ്ലാൻഡിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഹോട്ട് ഡോഗും കൂടി കഴിക്കാമെന്ന് ഞങ്ങൾ 3 പേരും കൂടി തീരുമാനിച്ചു. വണ്ടിയുടെ 4 സൈഡും അതിഗംഭീരമായിട്ട് ചെളിയായിട്ടുണ്ട് കേട്ടോ. ഈ ചെളിയൊക്കെ നമുക്ക് തുടച്ച് കളയേണ്ടതായിട്ടുണ്ട്. നമ്മൾ കയറിയ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ വണ്ടി കഴുകാനായിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. ഈ ഒരു കടയിൽ കയറിയപ്പോൾ തന്നെ വേറെ ഒരു സംഭവം ഉണ്ടായി. കടയിലെ കൗണ്ടറിലുണ്ടായിരുന്ന 2 സ്ത്രീകൾ, അവരവിടുത്തെ ലോക്കൽ, അതായത് ഐസ്ലാൻഡിലത്തെ സ്ത്രീകളായിരിക്കണം. അവർ ഞങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവരാദ്യമായിട്ട് ഇന്ത്യൻസിന് അല്ലെങ്കിൽ ഒരു ഏഷ്യയിൽ നിന്ന് വന്ന 3 പേരെ കണ്ട ആ ഒരു ആകാംക്ഷയിലും ആ ഒരു അത്ഭുതത്തിലൊക്കെ ആയിരുന്നു.
അങ്ങനെ ഓർഡർ കൊടുത്ത ഹോട്ടൊക്കെ മേടിച്ച് നമ്മൾ അവിടുത്തെ സീറ്റിംഗ് ഏരിയയിലോട്ട് പോയി. മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു കടയിൽ വളരെ ചെറിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്നത് കഴിക്കുമ്പോഴാണ് ലൈഫിൽ ആദ്യമായിട്ട് ഐസ്ലാൻഡത്തെ ന്യൂസ് പേപ്പർ കയ്യിലെടുക്കുന്നത്. പരസ്യങ്ങളുടെ കൂടെ ഉപയോഗിച്ചിരുന്നൊരു കാറ് വിൽക്കാനായി ഇട്ടതും പെട്ടെന്ന് ശ്രദ്ധയിൽ പെട്ടു. യാത്രയിലുടനീളം നമ്മൾ വളരെ ചെറിയ പട്ടണങ്ങളിലൂടെയൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിനി കുറച്ച് നേരത്തേക്ക് യാത്ര ചെയ്യാൻ പോകുന്നതും ഐസ്ലാൻഡിൻ്റെ ഒരു നാഷണൽ പാർക്കായ സ്നെയ്ഫെൻസ്നെസ് എന്ന് പറയപ്പെടുന്ന ഒരു നാഷണൽ പാർക്കിലൂടെയാണ്. വിശാലമായ ലാവാ പാടങ്ങളും കടൽ തീര പാറക്കെട്ടുകളും ഗുഹകളും പച്ചപ്പുള്ള താഴ്വരകളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു നാഷണൽ പാർക്കാണിത്. ഈ ഒരു നാഷണൽ പാർക്കിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഹൃദയഭാഗത്തായി നിലകൊള്ളുന്ന ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിൻ്റെ പേരാണ് സ്നെയ്ഫെൻസ്നെസ്. ഈ ഒരു പർവ്വതത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഭാഗത്തെ മൊത്തം സ്നെയ്ഫെൻസ്നെസ് നാഷണൽ പാർക്ക് എന്ന് വിളിക്കപ്പെടുന്നത്. നമ്മുടെ മുന്നിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഈ ഒരു നാഷണൽ പാർക്ക് മൊത്തം പണ്ട് കാലത്ത് വലിയ അഗ്നിപർവ്വത സ്ഫോടനം സംഭവിച്ച് ആ ലാവയൊക്കെ ഒഴുകി വന്ന് ഇപ്പം ഉറച്ച് കട്ടിയായിട്ടിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഐസ്ലാൻഡിൻ്റെ തെക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ കടൽ തീര ഗ്രാമമായ ആർനാർസ്റ്റാപ്പിയിലാണ്. ഈ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആർനാർസ്റ്റാപ്പി ക്ലിഫ് വ്യൂ പോയിൻറ്റും കുറച്ച് പാറയിടുക്കുകളും കടൽ തീരവും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടേക്ക് വന്നിരിക്കുന്നത്. കയറി ചെല്ലുന്ന വഴിക്ക് തന്നെ മനുഷ്യ തലയോട് സാദൃശ്യം തോന്നുന്ന ഒരു നിർമ്മിതി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഐസ്ലാൻഡിൽ പുരാണ കഥകളിലെ പ്രസിദ്ധനായ ബാർദൂർ സ്നൈഫ്ലാസസ് എന്ന പൗരാണിക വീരനെ അനുസ്മരിച്ച് നിർമ്മിച്ച ഒരു സ്മാരകമാണത്. ഈ ഒരു സ്ഥലത്തിൻ്റെ രക്ഷകനൊക്കെ ആയിട്ട് അദ്ദേഹത്തെ സ്മരിക്കുന്നു. കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ ശക്തമായ പ്രതിമ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തെ അഭിമുഖീകരിച്ചാണ് നിലകൊള്ളുന്നത്. അഗ്നിപർവ്വതത്തോടും ചുറ്റുമുള്ള പാറക്കെട്ടുകളോടും ചേർന്ന് ഈ സ്മാരകം ഐസ്ലാൻഡിൻ്റെ പുരാണങ്ങളും പ്രകൃതിയും എങ്ങനെ ഒരുമിക്കുന്നു എന്നതിൻ്റെ മനോഹരമായ ഉദാഹരണങ്ങളാണ്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് വളരെ തിരക്കായിരുന്ന ഒരു പാർക്കിൽ തിരിച്ചു വരുന്ന വഴിക്ക് അധികം പേരൊന്നും കണ്ടില്ല. ആ ഒരു സമയം നോക്കി ഞങ്ങൾ നേരെ പാർക്കിലോട്ട് കയറി. കുറച്ചൊന്നല്ല കുറേ അധികം സമയം ഞങ്ങൾ 3 പേരും കൂടി ഈ ഒരു പാർക്കിലെ ഊഞ്ഞാലിലും മറ്റുമൊക്കെ ആയിട്ട് കുറേ അധികം സമയം സ്പെൻഡ് ചെയ്തു. ഇവിടുന്ന് വാഹനം എടുത്ത് പോകുന്നതിന് മുന്നേ പിന്നത്തെ നമ്പർ പ്ലേറ്റും അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റൊക്കെ ഒന്ന് കഴുകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതെല്ലാം കഴുകി വണ്ടിയുടെ മുൻഭാഗത്തോട്ട് വന്നപ്പോഴാണ് നമ്മുടെ വണ്ടിയിലേക്ക് ഇടിച്ചു കയറിയ പ്രാണികളെയും പാറ്റകളെയും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ട്. അങ്ങനെ അതും കൂടി നമ്മൾ തുടച്ചു മാറ്റി നമ്മുടെ യാത്ര നമ്മൾ പിന്നെയും അവിടെ നിന്ന് തുടർന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഐസ്ലാൻഡിലെ സ്നെയ്ഫെൻസ്നെസ്സിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പക്ഷേ വളരെ ഭംഗിയുള്ള ഒരു പള്ളി കാണാൻ വേണ്ടിയിട്ടാണ്. ബൂഡാകിർക്യ അല്ലെങ്കിൽ കറുത്ത പള്ളി എന്നൊക്കെയാണ് ഈ ഒരു പള്ളിയെ അറിയപ്പെടുന്നത്. 1703 ആദ്യത്തെ പള്ളി സ്ഥാപിക്കപ്പെടുന്നത്. എന്നാൽ 19-ാം നൂറ്റാണ്ടിലെ കാലക്രമേണ പള്ളി തകർന്നുപോയി. അതിനുശേഷം 1816 ഔദ്യോഗികമായിട്ട് പള്ളി ഒഴിവാക്കി. ആ ഒരു സമയത്താണ് ഈ ഒരു പള്ളിയുടെ അവസ്ഥയിൽ ദുഃഖിതയായ
സ്റ്റെയിനിൻ എന്ന് പറഞ്ഞൊരു സ്ത്രീ പള്ളിയുടെ സംരക്ഷകനായിട്ട് മാറുന്നത്. ആ ഒരു സ്ത്രീ അങ്ങനെ പള്ളി പുനർനിർമ്മിക്കാൻ വേണ്ടി അനുമതി തേടുകയും ധനസഹായം കണ്ടെത്തുകയും സ്വന്തം കയ്യിലെ പണം കുറച്ച് പങ്കുവെച്ച് പുതിയൊരു മരത്തിൽ തീർത്ത പള്ളി പണിയാൻ വേണ്ടി നേതൃത്വം നൽകി. അങ്ങനെ പുതിയ പള്ളി 1848 നിർമ്മിച്ച് 1851 ആദ്യം വിശദീകരിച്ചു. അങ്ങനെ പള്ളിയും പള്ളിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലവും സംരക്ഷിച്ച് അവ വൃത്തിയോടെ കൊണ്ടു നടന്ന ആ സ്ത്രീ 1854 77 വയസ്സുള്ളപ്പോൾ അന്തരിച്ചു. ഈ ഒരു കറുത്ത പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ശ്മശാനത്തിലെ ഇന്നും അവളുടെ സ്മാരകം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ പള്ളിക്ക് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ശ്മശാനത്തിലേക്കാണ്. അവിടെ നിന്ന് യാത്ര ചെയ്ത് നമ്മൾ എത്തിയിരിക്കുന്നത് റെക്കവിക്ക് എന്ന വലിയ നഗരത്തിലേക്കാണ്. വണ്ടി കഴുകേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് തന്നെ അതിന് സൗകര്യപ്പെട്ട ഒരു ഗ്യാസ് സ്റ്റേഷനിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുകയും നമ്മളങ്ങനെ നമ്മുടെ വണ്ടിയെ നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കുകയും ചെയ്തു. വണ്ടി കഴുകിയതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് ആ ഒരു ഗ്യാസ് സ്റ്റേഷനിലുണ്ടായിരുന്ന ആ ഒരു കൺവീനിയൻസ് സ്റ്റോറിൽ പോയിട്ട് ഞങ്ങൾ 3 ഐസ്ക്രീം മേടിച്ചു. ഐസ്ലാൻഡിൽ നമ്മൾ ഇത്ര നാൾ നമ്മുടെ വാഹനം ഓടിച്ചത് നോർമൽ റോട്ടിൽ കൂടെയും ഐസിൻ്റെ മുകളിലൂടെയും പിന്നെ മല തുറന്നുണ്ടാക്കിയ ടണൽ കൂടെയൊക്കെ ആയിരുന്നു. ഇനി നമ്മൾ വണ്ടി ഓടിക്കാൻ പോകുന്നത് സമുദ്രം തുറന്നുണ്ടാക്കിയ ടണലിൽ കൂടെയാണ്. സമുദ്രതലത്തിൽ നിന്നും 165 മീറ്റർ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ടണലിന് 5.5 കിലോമീറ്ററിലധികം നീളമുണ്ട്. റോഡ് മാർഗം 1 മണിക്കൂറിലധികം യാത്ര ചെയ്യേണ്ടി വരുന്നിടത്ത് 7 മിനിറ്റിലേക്ക് ഈ ഒരു ടണൽ വഴി യാത്ര ചുരുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഐസ്ലാൻഡിൽ എത്തുന്നവരെ സമുദ്രത്തിൻ്റെ താഴിൽ കൂടി പോകുന്ന ഇങ്ങനൊരു ടണൽ ഉണ്ടെന്നോ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഈ ഒരു സമുദ്രത്തിൻ്റെ അടിയിൽ കൂടിയാണെന്നൊന്നു പോലും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ജപ്പാനിലെ കടലിനടിയിലെ 240 മീറ്റർ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന സെയ്ക്കാൻ ടണലിലൂടെ ബുള്ളറ്റ് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഐസ്ലാൻഡിലെ ഈ റോട്ടിൽ കൂടെ ഈ ഒരു ടണലിൽ കൂടെ കാറിൽ യാത്ര ചെയ്യാൻ പറ്റിയത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. 1996 പണി ആരംഭിച്ച ഈ ഒരു ടണൽ 1998 ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്നത്. ഇന്നത്തെ ദിവസം ശരിക്കും നമ്മൾ പോകാൻ ഉദ്ദേശിച്ച ക്യാമ്പ് സൈറ്റിലോട്ടല്ല നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്ലാനിൽ നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മളിന്ന് ആ ക്യാമ്പ് സൈറ്റിൽ പോകുന്ന പകരം നമ്മളിന്നൊരു അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം നമുക്ക് തിരിച്ച് ഐസ്ലാൻഡിൽ നിന്ന് സിംഗപ്പൂരിലോട്ട് പോകുമ്പോൾ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനായിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് മേടിക്കണമായിരുന്നു. അത് മേടിക്കാനായിട്ട് നമ്മൾ സിറ്റിയിലുള്ള ഒരു ഷോപ്പിലോട്ട് വന്നേക്കാണ്. പക്ഷെ ഇവിടെ വെച്ച് ഒരു അമളി പറ്റിയായിരുന്നു. ഷോപ്പിലോട്ട് പോണതിന് മുന്നേ വാൻ്റെ സൈഡിലുള്ള ഡോറ് അടയ്ക്കാനായിട്ട് മറന്നു. ചോക്ലേറ്റ്സൊക്കെ മേടിച്ച് തിരിച്ചു വന്നപ്പോഴാണ് വാൻ്റെ സൈഡിലുള്ള ഡോറ് തുറന്നെടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ട്. ആദ്യം വിചാരിച്ചത് വണ്ടിക്കകത്ത് ആരോ കയറിയിട്ടുണ്ടെന്നും സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നതാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ സംഭവം നമ്മുടെ ഭാഗത്ത് തെറ്റാന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് ചിരിക്കുമായിരുന്നു.
അതിന് അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ പാർക്കിങ്ങിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മൾ ബുക്ക് ചെയ്ത ഇന്നത്തേക്ക് താമസിക്കാനുള്ള അപ്പാർട്ട്മെൻറ്റ്. അത്യാവശ്യം വലിയ റൂം തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ. നമ്മുടെ റൂമിൽ നിന്നും കുറച്ച് മാറിയാണ് കിച്ചണെല്ലാം ഉള്ളത്. ആ കിച്ചണിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അത്യാവശ്യം വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് നല്ല വൃത്തിക്കും നല്ല മെനയ്ക്കും ആട്ടോ ഈ കിച്ചണൊക്കെ കീപ്പ് ചെയ്തിരിക്കുന്നത്. പുറത്തെ വെളിച്ചം കണ്ടിട്ട് പകലാന്ന് ഒരിക്കലും വിചാരിക്കരുത്. സമയം ഇപ്പോൾ ഏകദേശം 7-8 മണി ആയിട്ടുണ്ട്. നമ്മളിന്ന് ഈ അപ്പാർട്ട്മെൻറ്റ് എടുക്കാനായിട്ട് വേറൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ പ്ലാനിലുണ്ടായിരുന്ന ആ ഒരു ക്യാമ്പ് സൈറ്റിൻ്റെ ഫീയും ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ റെൻറ്റും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സിറ്റിക്ക് അടുത്തുള്ള ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഇന്ന് സ്റ്റേ ചെയ്യാമെന്ന് തീരുമാനമെടുത്തത്. ഈ ഒരു കിച്ചണിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമുക്കിന്ന് നൈറ്റിലോട്ട് കഴിക്കാനുള്ള ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. കോഫി മെഷീൻ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ 3 പേർക്കും കോഫി ഇട്ടിട്ടാണ് ഞങ്ങൾ ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് രാത്രി നമ്മൾ കഴിക്കാനായിട്ട് പോകുന്നത് ചോറും പിന്നെ ഫിഷ് റോസ്റ്റും അതിൻ്റെ കൂടെ സാമ്പാറുമാണ്. നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ ചൂടാക്കി ഞങ്ങൾ 3 പേരും ഒരുമിച്ചിരുന്നിട്ട് ആ ഫുഡൊക്കെ നല്ലപോലെ ഇരുന്ന് ആസ്വദിച്ച് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നേരെ പോയത് റൂമിലോട്ടാണ്. സമയം ഇപ്പോൾ രാത്രി ഏകദേശം 10 മണിയായി. നമ്മളിന്ന് ഷൂട്ട് ചെയ്ത വീഡിയോസൊക്കെ ഐപാഡിലോട്ട് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കോപ്പി ചെയ്യുന്ന സമയത്താണ് ഞാൻ പല വീഡിയോസും എങ്ങനെയുണ്ട്, ക്ലാരിറ്റി ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. ആ സമയത്ത് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കാണാൻ നല്ല ഭംഗിയുള്ള വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ഒപ്പമുള്ള ഫ്രണ്ട്സിനും കാണിച്ചു കൊടുക്കും. ഈ യാത്രയിൽ നമുക്ക് നിരാശ തോന്നിയൊരു കാര്യമായിരുന്നു, നമുക്ക് ഇത്ര ദിവസം യാത്ര ചെയ്തിട്ട് നോർത്തേൺ ലൈറ്റ്സ് നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല. ഐസ്ലാൻഡിലെ നോർത്തേൺ ലൈറ്റ്സിൻ്റെ സാന്നിധ്യങ്ങളെ മനസ്സിലാക്കി അവ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളെയെല്ലാം നമുക്ക് അറിയിച്ചു തന്നിരുന്ന ആപ്പിലൊന്നും അതിൻ്റെതായ സാധ്യതകളൊന്നും നമുക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്ര ദിവസമായിട്ട് നമുക്ക് നോർത്തേൺ ലൈറ്റ്സ് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ ദിവസം ഞങ്ങൾ 3 പേരും കിടന്നുറങ്ങിയതിന് ശേഷം എൻ്റെ ഫോണിൽ നോർത്തേൺ ലൈറ്റ്സ് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷനൊക്കെ വന്നായിരുന്നു. നോട്ടിഫിക്കേഷനൊക്കെ വന്നപ്പം സമയം ഏകദേശം പുലർച്ചെ 12:30-1 മണിയൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിരുന്നെങ്കിലും ഇന്ന് യാത്ര കുറേ അധികം ചെയ്തതുകൊണ്ട് തന്നെ 2 പേരും തളർന്നുറങ്ങുകയായിരുന്നു. കിട്ടിയ സാഹചര്യം കളയാതെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ വാൻ എടുത്തിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കാണാനായിട്ടുള്ള സ്പോട്ടിലോട്ട് പോയി. അവിടെ ചെല്ലുമ്പോൾ വലിയ ആൾക്കാരൊന്നും ഉണ്ടാവില്ല, തിരക്കൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് വിചാരിച്ച് പോയി എനിക്ക് വലിയ ജനക്കൂട്ടത്തെയാണ് കാണാൻ പറ്റിയത്. ആ ഒരു വലിയ വാനായിട്ട് പോയി എനിക്ക് വാൻ പാർക്ക് ചെയ്യാനായിട്ട് ഒരു സ്ഥലം പോലും ശരിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ പാർക്ക് ചെയ്ത് കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് നോർത്തേൺ ലൈറ്റ്സ് ചെറിയ രീതിക്ക് കാണാനായിട്ടുള്ള ഭാഗ്യം കിട്ടി. ആകാശത്ത് വളരെയധികം ഇരുട്ടാണെങ്കിൽ മാത്രമാണ് നമുക്ക് നോർത്തേൺ ലൈറ്റ്സ് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുക. അവ കാണാൻ വന്ന ആളുകൾ സന്തോഷത്തോടെ ഓളിയിടുകയൊക്കെ ചെയ്തായിരുന്നു. ഐസ്ലാൻഡ് യാത്രയുടെ 15ാമത്തെ ദിവസത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.